Next topic, inverse set transform method. Next topic, inverse set transform method. There are four methods for finding the inverse set transform of a given sequence x of z. X of z in the inverse set transform and x of n. For finding the inverse set transform, we are using four different methods. Long division method, partial fraction method, residue method, convolution method. Long division method, partial fraction method, residue method, convolution method. First one, long division method. Long division method, partial fraction method, residue method, convolution method. ആദ്യത്തെ long division method. നോക്കൂ എന്താണ് long division method എന്ന് വെച്ചാൽ x of z is equal to ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ if x of z is equal to z divided by 2z square minus 3z plus 1, find x of n. First question നോക്കാട്ടോ. If x of z is equal to z divided by z raised to 1 എന്ന് പറഞ്ഞാൽ z divided by 2z square minus 3z plus 1. Find x of n if mod z greater than 1. അപ്പോൾ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിൽ കോസൽ, മോഡ് സെറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ നോൺ കോസൽ. അത് ശ്രദ്ധിക്കണം. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ കോസൽ, മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണെങ്കിൽ നോൺ കോസൽ. എക്സ് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ബൈ യൂസിങ് ലോങ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഡിവൈഡഡ് ബൈ 2z സ്ക്വയർ മൈനസ് 3z പ്ലസ് 1. ഫൈൻഡ് എക്സ് ഓഫ് എൻ ഇഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ കോസൽ. ഫൈൻഡ് എക്സ് ഓഫ് എൻ ഇഫ് മോഡ് സെറ്റ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞാണെങ്കിൽ നോൺ കോസൽ. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവുക? വളരെ സിമ്പിൾ. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ കോസൽ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ കോസൽ, മോഡ് സെറ്റ് ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ നോൺ കോസൽ. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ കോസൽ, മോഡ് സെറ്റ് ലെസ് ദാൻ എ നോൺ കോസൽ. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ആണ് കോസൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഏതുകൊണ്ട്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് പവർ ആണോ നെഗറ്റീവ് പവർ ആണോ? സെറ്റ് റേസ് ടു 1 2z സ്ക്വയർ, അപ്പോൾ എല്ലാം 2 മൈനസ് 2 സെറ്റ് റേസ് ടു 1. അപ്പോൾ സെറ്റ് റേസ് ടു മൈനസ് 2 സെറ്റ് റേസ് ടു മൈനസ് 1 അങ്ങനെയൊന്നുമല്ല, എല്ലാം പോസിറ്റീവ് പവറാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നെഗറ്റീവ് പവറാണോ പോസിറ്റീവ് പവറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പോസിറ്റീവ് പവർ. തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിലെ കോസലാണോ നോൺ കോസലാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കോസലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നെഗറ്റീവ് പവർ കോസൽ, പോസിറ്റീവ് പവർ നോൺ കോസൽ. നെഗറ്റീവ് പവർ ആൻഡ് കോസൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നെഗറ്റീവ് പവറുള്ള ക്വസ്റ്റ്യനും കോസൽ സിസ്റ്റവും ആണെങ്കിൽ നെഗറ്റീവ് പവർ ആൻഡ് കോസൽ 1, 2 പോസിറ്റീവ് പവർ ആൻഡ് നോൺ കോസൽ. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഡിവിഷൻ മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ കോൺസ്റ്റൻറ്റ്. ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തിനാണ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ 2z സ്ക്വയർ മൈനസ് 3z റേസ് ടു 1 പ്ലസ് 1 ആണ്. അപ്പോൾ 1 ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2z സ്ക്വയർ മൈനസ് 3z പ്ലസ് 1 എന്നല്ല എഴുതുന്നത്. ഡിവൈഡഡ് ബൈ 1 മൈനസ് 3z പ്ലസ് 2z സ്ക്വയർ എന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ന്യൂമറേറ്ററിൽ പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറയാനില്ല. കോൺസ്റ്റന്റ് എത്രയാണ്? സെറ്റ് റേസ് ടു 1 പ്ലസ് 0. അപ്പോൾ 0 പ്ലസ് സെറ്റ് റേസ് ടു 1. അപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല. ഇതാണ് കോൺസ്റ്റന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് കോൺസ്റ്റന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നെഗറ്റീവ് പവർ ആൻഡ് കോസൽ, പോസിറ്റീവ് പവർ ആൻഡ് നോൺ കോസൽ. നെഗറ്റീവ് പവർ ആൻഡ് കോസൽ, പോസിറ്റീവ് പവർ ആൻഡ് നോൺ കോസൽ വരുമ്പോഴാണ് സ്റ്റാർട്ട് ദ ഡിവിഷൻ വിത്ത് എ കോൺസ്റ്റന്റ്. ഇവിടെ നെഗറ്റീവ് പവർ കോസൽ അല്ല, രണ്ടും പറഞ്ഞിട്ടോ. പോസിറ്റീവ് പവർ ആണ് പക്ഷേ നോൺ കോസൽ അല്ല. അപ്പോൾ സ്റ്റാർട്ട് ദ ഡിവിഷൻ വിത്ത് എ കോൺസ്റ്റന്റ് എന്നല്ല. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹയസ്റ്റ് ഡിഗ്രി വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നിടത്തെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? ന്യൂമറേറ്ററിലത്തെ ഹയസ്റ്റ് ഡിഗ്രി സെറ്റ് റേസ് ടു 1 തന്നെയാണ്. ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? 2z സ്ക്വയർ 2 തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യണം? സ്റ്റാർട്ട് ദ ഡിവിഷൻ വിത്ത് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്ററിൽ ഫസ്റ്റ് കോൺസ്റ്റന്റ് എഴുതണം, ഡിനോമിനേറ്ററിലും ഫസ്റ്റ് കോൺസ്റ്റന്റ് എഴുതണം. ന്യൂമറേറ്ററിലെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് റേസ് ടു 1 പ്ലസ് 0 ആണ് കോൺസ്റ്റന്റ്. ഡിനോമിനേറ്ററിലെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ സെറ്റ് റേസ് ടു 1 പ്ലസ് 0, അതായത് 0 പ്ലസ് സെറ്റ് റേസ് ടു 1 എഴുതാറില്ല. അതുകൊണ്ട് സെറ്റ് റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 മൈനസ് 3z പ്ലസ് 2z സ്ക്വയർ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 മൈനസ് 3z പ്ലസ് 2z സ്ക്വയർ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം
നെഗറ്റീവ് പവർ കോസലും അല്ല, പോസിറ്റീവ് പവർ ആൻഡ് നോൺ കോസൽ. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. നെഗറ്റീവ് പവർ ആൻഡ് കോസൽ, പോസിറ്റീവ് പവർ ആൻഡ് നോൺ കോസൽ വരികയാണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് ഡിവിഷൻ ചെയ്യേണ്ടത്. ഇവിടെ നെഗറ്റീവ് പവർ അല്ല, എന്താ പറയുക, ഈ പറയുന്ന രണ്ട് കണ്ടീഷനും അല്ലാത്തതുകൊണ്ട് വി ക്യാൻ സ്റ്റാർട്ട് ദ ഡിവിഷൻ വിത്ത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് ഡിഗ്രി z⁻1 തന്നെയാണ്. ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് ഡിഗ്രി 2z², സ്ക്വയർ തന്നെയാണ്, 2⁻2 തന്നെയാണ്. അപ്പോൾ സാധാരണ പോലെ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, അപ്പോൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനോട് ഡിവൈഡ് ചെയ്യാം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഡിവിഷനാണ്. അപ്പോൾ z⁻1 പ്ലസ് ഇതിൽ 3 ടേം ഉള്ളതുകൊണ്ട് ഉള്ളിലത്തേലും 3 ടേം എഴുതാം. ഡിനോമിനേറ്ററിൽ 3 ടേം ഉണ്ട്. ഏതൊക്കെയാണ് പവറുകൾ പറഞ്ഞാൽ 2, 1, 0 3 ടേം ഉണ്ട്. കോൺസ്റ്റൻറ്റ്, പിന്നെ 1, പിന്നെ 2. ഉള്ളിലത്തേൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ടേം z⁻1. അപ്പോൾ ഇതിൽ 3 ടേം ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ 0 ആണ് എഴുതുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് z വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിൽ ഏത് മാത്രമേ ഉള്ളൂ, z ഡിവൈഡഡ് ബൈ 2z² പ്ലസ് 3z+1. ഓക്കെ, അപ്പോൾ z⁻1 കഴിഞ്ഞ അടുത്ത് എത്രയാണ് വരണ്ടേ, z⁻0, 0 z⁻0. അപ്പോൾ ഉള്ളിൽ 0 z⁻0. z⁻0 1 ആണ്, 0 × 1 0 ആണ്. അതുകൊണ്ട് 0 z⁻0 എന്ന് എഴുതിയില്ല എന്ന് മാത്രം, 0 പ്ലസ്. അത് കഴിഞ്ഞ് എന്താ വരിക, 0 z⁻1. ഇങ്ങനെയാണ് ഉള്ളിലത്തെ 3 ടേം ആക്കണേ. കാരണം ഡിനോമിനേറ്ററിൽ 3 ടേം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ 3 ടേം ആക്കുക. അപ്പോൾ ഇവിടെ z കഴിഞ്ഞാൽ അടുത്ത z⁻1 കഴിഞ്ഞാൽ z⁻0, 0 z⁻0 പ്ലസ് 0 z⁻1 അങ്ങനെ പോവാം നമുക്ക്. അപ്പോൾ ഏറ്റവും ആദ്യം ഹയസ്റ്റ് ഡിഗ്രി ന്യൂമറേറ്ററിലത്തെ ആദ്യത്തെ ടേം ഏതാ, z. ഡിനോമിനേറ്ററിലെ ആദ്യത്തെ ടേം ഏതാ, 2z². z-നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. z-നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക, z ഡിവൈഡഡ് ബൈ 2z². അപ്പോൾ എത്ര വരിക, ½ z⁻1. അത് z-ൻ്റെ നേർക്ക് ½ z⁻1 എന്നുള്ളത് എവിടെ എഴുതേണ്ടതെന്ന് അറിയാം. ഇപ്പോഴാണ് നമുക്ക് ½ z⁻1 എന്നുള്ളത് ന്യൂമറേറ്ററിൽ, അതായത് ഉള്ളിൽ കിടക്കുന്ന ടേമിൽ എവിടെയാണ് z⁻1 വരുന്നത്, z കഴിഞ്ഞാൽ z⁻1 പ്ലസ് 0 z⁻1. അപ്പോൾ ശരിക്കും അതിൻ്റെ നേർക്കാണ് ½ z⁻1 മുകളിൽ എഴുതേണ്ടത് കേട്ടോ, z-ൻ്റെ നേർക്കല്ല. ½ z⁻1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ z⁻1ൻ്റെ നേർക്ക്. ന്യൂമറേറ്ററിലെ z⁻1 ഇല്ല, 0 z⁻1 ആണ്. അതായത് രണ്ടാമത്തെ ടേമിൻ്റെ നേർക്കാണ് മുകളിൽ കൊണ്ട് എഴുതുന്നത്. ഇനി ½ z⁻1നെ 2z² പ്ലസ് 3z അല്ല 2z² മൈനസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2z² മൈനസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക എന്താ വരിക എന്നറിയോ, ½ z⁻1 ഇൻറ്റു 2z² മൈനസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z-3/2 പ്ലസ് ½ z⁻1. ഓക്കെ, z-3/2 പ്ലസ് ½ z⁻1. ഇനി എന്താ ചെയ്യുക, ആ മുകളിലത്തെ ഉള്ളിലത്തെ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക. z മൈനസ് z എത്ര വരിക, 0 പ്ലസ് 0 മൈനസ് -3/2 എന്താ വരിക, പ്ലസ് 3/2 മൈനസ് സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ 0 മൈനസ് ½ z⁻1 എന്താ വരിക, മൈനസ് ½ z⁻1. അപ്പോൾ ഉള്ളിലത്തെ ആദ്യത്തെ ടേമിനെ പുറത്തത്തെ ആദ്യത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് മുകളിൽ എഴുതുക. ആ മുകളിൽ എഴുതിയ ടേം കൊണ്ട് എന്താ പറയുക, ഈ ഡിനോമിനേറ്ററിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്നിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസർ എത്രയാണ്, 0 പ്ലസ് 3/2 മൈനസ് ½ z⁻1. അതിൽ പിന്നെ 0ക്ക് വാല്യൂ ഇല്ല. ഇനി അതിലത്തെ ആദ്യത്തെ ടൈം ഏതാ, 3/2 0 പ്ലസ് -3/2 മൈനസ് ½ z⁻1. അതിൽ ആദ്യത്തെ ടൈം ഏതാ, -3/2. ഈ -3/2നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -3/2നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -3/2നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, -3/2 ഡിവൈഡഡ് ബൈ 2z² ചെയ്യുമ്പോൾ കിട്ടുന്നത് 3/4 z⁻2. അതെവിടെ എഴുതണം, ന്യൂമറേറ്ററിൽ എവിടെയാണ് z⁻2 ഉള്ളത്, എവിടെ ഇല്ല. അപ്പോൾ അതായത് z പ്ലസ് 0 പ്ലസ് 0 z⁻1 പ്ലസ് 0 z⁻2 അങ്ങനെ നേർക്ക് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ റൈറ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 3/4 z⁻2 കിട്ടി. അതിനെ 2z² പ്ലസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്, അതായത് 3/4 z⁻2 ഇൻറ്റു 2z² മൈനസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3/2 മൈനസ് 1/4 z⁻1 പ്ലസ് 3/4 z⁻2. മനസ്സിലാവുണ്ടോ? അതായത് 3/4 z⁻2നെ 2z² മൈനസ് 3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 മൈനസ് 1/4 അല്ല കേട്ടോ, 3/2 മൈനസ് 9/4 z⁻1 പ്ലസ് 3/4 z⁻2. ഇനി എന്താ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാം.
3/2 3/2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. അല്ല 3/2 വരില്ല, -3/2 -3/2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. -1/2 z raised to -1 -9/4 z raised to -1. അപ്പുറത്തെ വരിക +7/4 z raised to -1. അടുത്ത 0 -3/4 z raised to -1 എത്ര വരിക -3/4 z raised to -2. ഇതിങ്ങനെ അങ്ങനെ പോവാം, കുറച്ചധികം ടേംസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അതിലത്തെ ആദ്യത്തെ ടേം ഏതാ 7/4 z raised to -1. അതിലത്തെ ആദ്യത്തെ ടേമിനെ ന്യൂമറേറ്ററിലത്തെ ആദ്യത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7/4 z raised to -1നെ 2z² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7/4 z raised to -1 ഡിവൈഡഡ് ബൈ 2z². അപ്പോൾ എത്ര കിട്ടുക 7/8 z raised to -3. 7/8 z raised to -3 കിട്ടി. അത് മുകളിൽ എഴുതി. ഇനി ആ 7/8 z raised to -3യെ 2z² -3z+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? അപ്പോൾ 7/4 z raised to -1 -21/8 z raised to -2 പ്ലസ് 7/8 z raised to -2. ഇങ്ങനെ എന്നിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 4 അല്ലെങ്കിൽ 5 ടേം വരെ കണ്ടുപിടിച്ചാൽ മതി. അത് ഞാൻ എക്സെട്ര ഇടുക. ഓക്കെ, ഇതിൽ നിന്ന് ആ ആൻസറുകൾ എടുത്തെഴുതാൻ പറ്റും. അതായത് ആൻസർ ഈസ് 1/2 z raised to ആൻസർ ഇവിടെ എഴുതിയെത്തിട്ട് 1/2 z raised to -1 പ്ലസ് 3/4 z raised to -2 പ്ലസ് 7/8 z raised to -3 പ്ലസ് 15/16 z raised to -4 പ്ലസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സെട്ര. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളുടെ സാധാരണ ഫോർമാറ്റായിട്ട് കമ്പയർ ചെയ്യാം. എന്താ നമ്മളുടെ സാധാരണ ഫോർമാറ്റ്? സിഗ്മ n is equal to -∞ to ∞ x of n z raised to -n. സിഗ്മ n is equal to -∞ to ∞ x of n z raised to -n. അതായത് x of 0 z raised to -0 പ്ലസ് x of 1 z raised to -1 എന്നല്ലേ കിടക്കണേ ഫസ്റ്റ് ടേം. അപ്പോൾ x of 1ൻ്റെ വാല്യൂ എത്രയാ 1/2. അപ്പോൾ x of 1 ആണ് 1/2 കേട്ടോ. പ്ലസ് x of 2 z raised to -2. അപ്പോൾ x of 2ൻ്റെ വാല്യൂ 3/4. x of 3 z raised to -3. അപ്പോൾ x of 3യുടെ വാല്യൂ 7/8. x of 4 z raised to -4. അപ്പോൾ 15/16 z raised to -4. അപ്പോൾ 1/2 3/4 7/8 15/16 എക്സെട്ര. അപ്പോൾ x of 1 ആണ് 1/2. അപ്പോൾ x of 1 എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ 1. അപ്പോൾ 0th എലമെൻറ്റിൻ്റെ എവിടെയാണ്? 0th എലമെൻ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലല്ലേ 1ൻ്റെ ലെഫ്റ്റിലല്ലേ 0 വരിക. അപ്പോൾ അവിടെ ആ എലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 കിട്ടും. അപ്പോൾ 0th എലമെൻ്റ് ഏതാ 0. ഫസ്റ്റ് എലമെൻ്റ് ഏതാ 1/2. സെക്കൻഡ് എലമെൻ്റ് ഏതാ 3/4. മനസ്സിലാവുണ്ടോ? തേർഡ് എലമെൻ്റ് ഏതാ? അപ്പോൾ 7/8. അങ്ങനെ. അപ്പോൾ നമ്മളുടെ x of n is equal to 0 1/2 3/4 7/18 15/16 എക്സെട്ര. അങ്ങനെ കിട്ടുന്നൊരു സംശയം വേണ്ട. ഈ കോഷ്യൻ്റായിട്ട് കിട്ടുന്നത് കോഷ്യൻ്റായിട്ട് കിട്ടുന്ന ആൻസർ ഹാഫ് z raised to -1 പ്ലസ് 3/4 z raised to -2 പ്ലസ് 7/8 z raised to -3 ഇങ്ങനെ കമ്പയർ ചെയ്യാം x of z ഇക്വേഷൻ. അപ്പോൾ x of 1 z raised to -1. അപ്പോൾ x of 1ൻ്റെ വാല്യൂ ആണ് 1/2. x of 2ൻ്റെ വാല്യൂ ആണ് 3/4. x of 3യുടെ വാല്യൂ ആണ് 7/8. x of 4 ആണ് 15/16. അപ്പോൾ 1 2 3 4 കിട്ടി. അപ്പോൾ x of 0 എന്താ വരിക 0. അപ്പോൾ 0ൻ്റെ അവിടെയാണ് ആരോ മാർക്ക്. അപ്പോൾ x of n is equal to 0 1/2 3/4 7/8 15/16 എക്സെട്ര 15/16 എക്സെട്ര വേണം. എക്സെട്ര ഇല്ലെങ്കിൽ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ.